എല്ലാവർക്കും നമസ്കാരം ഗൈസ്. ഫുഡ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ ഫുഡ് മലയാളം എന്ന ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഫുഡ് മലയാളം എന്ന ചാനൽ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളാണ് ഗൈസ് ഇടുക. ഞങ്ങൾ ട്രാൻസ്ഫർ ന്യൂസ്, പ്ലേയേഴ്സിൻ്റെ ഓരോ ട്രാൻസ്ഫേഴ്സ്, പിന്നെ ഞങ്ങൾ പ്രഡിക്ഷൻ, മാച്ച് ലൈനപ്സ്, മാച്ച് സ്കോഡ്സ്, ഇങ്ങനത്തെ എല്ലാ ന്യൂസുകളാണ് ഗൈസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ സാധാരണ ഒരു 3 ഡേ കഴിഞ്ഞിട്ടാണ് വീണ്ടും വീഡിയോസ് ഇടുക. അപ്പോൾ ഗൈസ്, ഇന്ന് എനിക്ക് 4 പുതിയ ഫ്രഷ് ന്യൂസുകൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഗൈസ് ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ചാണ് ഗൈസ്. നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് ഒഫീഷ്യലായി ഓഗസ്റ്റ് 7 തിരിച്ചു വരുന്നതായിരിക്കും. അത് വളരെ സന്തോഷം ഇതാക്കുന്നൊരു ന്യൂസാണ്. പിന്നെ അടുത്ത് ചാമ്പ്യൻസ് ലീഗിന് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 8 ഓഗസ്റ്റ് 12 മുതൽ തുടങ്ങും ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറേ ഗെയിംസ് കാണാനുള്ള അവസരമുണ്ടാവും. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ബുണ്ടസ് ലീഗിൽ ബായൺ ഇന്നലെ നമ്മുടെ വേർഡർ ബ്രേമൻ്റെ ഒപ്പം 1-0 ജയിച്ചു. ലെവൻഡോസ്കിൻ്റെ ഒരു ഗോളും പിന്നെ നമ്മുടെ അൽഫോൺസോ ഡേവിസിന് റെഡ് കാർഡൊക്കെ കിട്ടിയ കളിയായിരുന്നു. അപ്പോൾ അതോടെ നമ്മുടെ ബയൺ നമ്മുടെ ലീഗ് ടേബിൾ 10 പോയിൻറ്റ്സ് ക്ലിയറാണ് ഗൈസ്. നമ്മുടെ സെക്കൻഡ് സ്ഥാനത്തുള്ള ഡോട്ട്മുണ്ടിൻ്റെ ഒപ്പം 10 പോയിൻറ്റ്സ് ക്ലിയറാണ്. അപ്പോൾ ഇപ്പോൾ വളരെ ഒരു ഇതാണ് ഗൈസ്, കാരണം ബയണിന് ടൈറ്റിൽ ചിലപ്പോൾ കിട്ടും ഗൈസ്. കാരണം ടൈറ്റിൽ റേസിൽ ഇപ്പോൾ ഡോട്ട്മുണ്ട് ഇപ്പോൾ 10 പോയിൻറ്റ് പിറകിലാണ്. ഡോട്ട്മുണ്ട് 3 കളി ജയിക്കണം, ബയൺ ചിലപ്പോൾ 2-3 കളി തോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ബാക്കിയുള്ള ടീമുകൾക്ക് ഇനി ഇതിൽ കയറാൻ പറ്റുള്ളൂ. നമ്മുടെ മൂന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ലയണൽ മെസ്സിനെ കുറിച്ചാണ് ഗൈസ്. ഫുട്ബോളിൻ്റെ എന്താ പറയുക, മെസ്സിയായ ലയണൽ മെസ്സി ഇന്നലത്തെ ബാർസലോണ വേഴ്സസ് ലെഗാൻസ് കളിയിലൂടെ തൻ്റെ 699ാമത്തെ ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. ഇനി ഒറ്റ ഗോൾ മതി ഗൈസ് 700ാമത്തെ ഗോളെന്ന മൈൽ സ്റ്റോൺ കടക്കാൻ ഗൈസ്. ഇനി നമ്മുടെ ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ആർസനൽ വേഴ്സസ് മാൻ സിറ്റിനെ കുറിച്ചാണ്. നമ്മുടെ പ്രീമിയർ ലീഗ് തിരിച്ച് ഇന്ന് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ആർസനൽ വേഴ്സസ് മാൻ സിറ്റിനെ കുറിച്ചാണ് ഗൈസ്. അപ്പോൾ ഞാനൊരു ആർസനൽ ഫാനാണ്. അപ്പോൾ ആർസനലിൻ്റെ കുറേ അപ്ഡേറ്റ്സാണ് എനിക്കറിയുക. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആർസനലിൻ്റെ ഒരു പ്രഡിക്റ്റഡ് ലൈനപ്പ് ആയിരിക്കും ഗൈസ്. അപ്പോൾ ലൈനപ്പിൽ നമ്മുടെ ഫ്രണ്ട് 3 എന്ന് പറയുന്നത് ഒബാമിയാങ്, ലാക്കസെറ്റ് ആൻഡ് നമ്മുടെ ഓസിലായിരിക്കും ഗൈസ്. പിന്നെ നമ്മുടെ മിഡ്ഫീൽഡിലേക്ക് പറയുമ്പോൾ റീസ് നെൽസൺ, ഗുണ്ടൂസി ആൻഡ് ഡാനി സെബാലോസ്. പിന്നെ നമ്മുടെ ബാക്കിക്ക് വരുമ്പോൾ നമ്മുടെ സാക്ക, പബ്ലോ മാരി, സോക്രട്ടീസ് ആൻഡ് വേറെ ഒരു പ്ലെയറും കൊണ്ട് ഉണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ ഗോൾ കീപ്പർ എന്ന് പറയുന്നത് ബേൺ ലെനോ ആണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഈ കളിയിൽ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്രഡിക്ഷൻ ചെയ്യുന്നപ്പോൾ പറയാറുണ്ട്, പക്ഷേ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ ആദ്യമായിട്ടൊരു പ്രഡിക്ഷൻ പോവാണ് ഗൈസ്. നമ്മുടെ ഫസ്റ്റ് പ്രഡിക്ഷൻ ആർസനൽ വേഴ്സസ് മാൻ സിറ്റീനെ കുറിച്ചാണ് ഗൈസ്. അപ്പോൾ ഞാൻ പ്രഡിക്ഷൻ പറയുന്നത് 2 ടൈപ്പ് പ്രഡിക്ഷൻസ് എനിക്ക് പറയാനുണ്ട്. ഒന്നല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി കുറേ ഗോൾസ് അടിച്ച് വലിയൊരു ഇതിൽ ജയിക്കുന്നതായിരിക്കും ഗൈസ്. ആർസനൽ ഒരു ഗോൾ പോലും തിരിച്ചടിക്കാണ്ട്. അല്ലെങ്കിൽ ഒരു ഡ്രോ ആയിരിക്കും ഗൈസ്. നമ്മുടെ ആർസനൽ വേഴ്സസ് മാൻ സിറ്റി ഒരു ഡ്രോ ആയിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്താൽ അതിൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഇത് വരാം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതിന് മുമ്പ് ശുഭനിദ്ര, സുഖനിദ്ര.